മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് തഹാവൂർ റാണ ദുബായിൽ പോയതിൽ എൻഐഎ അന്വേഷണം നടത്തും. ദാവൂദ് ഇബ്രാഹിമിനെ കാണാൻ പോയതാണോ എന്നാണ് ഏജൻസിയുടെ സംശയം. റാണയുടെ ശബ്ദ സാമ്പിൾ ശേഖരിക്കാനും എൻഐഎ നടപടി തുടങ്ങി. കേസിലെ ദക്ഷിണേന്ത്യൻ ബന്ധം അന്വേഷിക്കാൻ എൻഐഎ പുതിയ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ജോയ്സ് ഡാനിയൽ വിവരങ്ങളുമായി. ജോയ്സ്, ഇപ്പോൾ റാണയുടെ യാത്രകൾ, ബന്ധങ്ങൾ, എൻഐഎ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? സ്മൃതി, മുംബൈ ആക്രമണത്തിലെ മുഖ്യപ്രതിയായിരിക്കുന്ന തഹാവൂർ റാണ എൻഐഎയുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. അയാളെ ഇന്നും എൻഐഎ കൃത്യമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് ചോദിച്ച വിവരങ്ങൾ, ഈ ഒരു ആക്രമണം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇയാൾ ദുബായിലേക്ക് പോയിരുന്നു. ദുബായിൽ പോയത് എന്തിനാണെന്നുള്ള ചോദ്യത്തിനാണ് ഇന്ന് എൻഐഎ കൂടുതൽ പ്രാധാന്യം നൽകിയത്. അവിടെ ദാവൂദ് ഇബ്രാഹിമിനോ ഇല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട ഡി കമ്പനിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ കണ്ടതെന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഇന്ന് തഹാവൂർ റാണയോട് എൻഐഎ ചോദിച്ചതായാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇതിൽ കൃത്യമായ ഉത്തരം തഹാവൂർ റാണ നൽകിയിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം ഇയാളുടെ ശബ്ദ സാമ്പിളുകൾ പരിശോധിക്കാനും അത് ശേഖരിക്കാനുമുള്ള നീക്കങ്ങളും ഇന്ന് എൻഐഎ തുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ടൊരു സമ്മതപത്രം നാളെ നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. റാണ ഈ ശബ്ദങ്ങൾ ശേഖരിക്കാനുമായി ബന്ധപ്പെട്ട സമ്മതപത്രം അത് വിസമ്മതിക്കുകയാണെങ്കിൽ കോടതിയെ സമീപിക്കാനും എൻഐഎ നീക്കം നടത്തുന്നുണ്ട്. കോടതിയിൽ സമീപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് റാണയ്ക്ക് തന്നെ ഒരു വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ശബ്ദ സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ അത് നിലവിൽ ഹെഡ്ലിയുമായി ഈ റാണ സംസാരിക്കുന്ന അതിന്റെ ഫോൺ റെക്കോർഡുകൾ നിലവിൽ എൻഐഎയുടെ കയ്യിലുണ്ട്. അതും കൂടി ചേർത്ത് വെച്ച് ഒരു പരിശോധന നടത്തി. ജോയ്സ് ഡാനിയലാണ് വിവരങ്ങൾ നൽകിയത്.